ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഏവരും ട്രംപിനൊപ്പം ഉറ്റുനോക്കിയ ഒരു വ്യക്തിയാണ് ഇലോൺ മസ്ക്. മസ്കിന്റെ നീക്കങ്ങൾ വളരെ സൂക്ഷ്മതയോടെയാണ് ലോകം നിരീക്ഷിച്ചിരുന്നത്. ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്കയുടെ സ്ട്രാറ്റജിക് ആൻഡ് പോളിസി ഫോറമിൽ എലോൺ മസ്ക് മെമ്പറായിട്ട് സ്ഥാനം ഉറപ്പിച്ചിരുന്നു. അതിനുശേഷം അമേരിക്കയിൽ വന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ ചിലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് പല തീരുമാനങ്ങളും ട്രംപിന് എടുക്കേണ്ടി വന്നിരുന്നു. ട്രംപ് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നേ ഉള്ളൂ. മാസ്റ്റർ പ്ലാനും തീരുമാനങ്ങളും എല്ലാം മസ്കിന്റെ തലയിൽ നിന്നുമാണ്. എന്തായാലും വിശദമാക്കാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. രണ്ടായിരത്തി 2022 ട്വിറ്റർ ഏറ്റെടുത്തതിന് ശേഷം ഇലോൺ മസ്ക് ചെയ്ത ആദ്യ കാര്യം തന്റെ കമ്പനിയിലുള്ള എല്ലാ ജീവനക്കാരെയും വെച്ചൊരു അടിയന്തര യോഗം കൂടുകയായിരുന്നു. യോഗത്തിന്റെ പ്രധാന ഉദ്ദേശം കമ്പനിയുടെ ചിലവ് വിവരങ്ങളെ കുറിച്ചുള്ള ഒരു പരിശോധനയായിരുന്നു. 6 മണിക്കൂർ നീണ്ടു നിന്നൊരു യോഗം കമ്പനിയുടെ ചിലവിനെ കുറിച്ച് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് തന്നെ വിശദീകരണം ചോദിച്ചറിഞ്ഞു. തന്റെ കമ്പനിയിലെ ഓരോ ജീവനക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അതുവരെ അധിക ചിലവാണെന്നും അത് വെട്ടിക്കുറയ്ക്കണമെന്നും ഇലോൺ മസ്ക് ആവശ്യപ്പെട്ടു. ട്വിറ്ററിന്റെ വൻ വെട്ടിച്ചുരുക്കലുകൾ ലോകമാകമാനം വലിയ ചർച്ചയായിട്ട് മാറിയിരുന്നു. മസ്കിന്റെയും ഈ കമ്പനിയുടെയും പരിഹസിച്ചുകൊണ്ടും ആശ്ചര്യത്തോടെയും ഒക്കെ നോക്കിക്കൊണ്ടും ലോകം നിന്നു. എന്നാൽ പിന്നീട് ലോകം കണ്ടതെന്താണ്? ട്വിറ്ററിന്റെ അവിശ്വസനീയമായ വളർച്ചയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപ് മസ്കിനോട് ആവശ്യപ്പെട്ടതും ഇതായിരുന്നു. ഫെഡറൽ ഗവൺമെന്റ് ചിലവ് കുറയ്ക്കുക എന്ന കർത്തവ്യമാണ് ട്രംപ് മസ്കിനോട് നൽകിയ ദൗത്യം. ട്വിറ്ററിന്റെ കാര്യത്തിൽ മസ്ക് എടുത്ത നീക്കങ്ങൾ വ്യക്തമായി ട്രംപിന് അറിയുന്നത് കൊണ്ട് തന്നെ മസ്കിന് ആ ദൗത്യം നൽകിയപ്പോൾ വളരെ പ്രതീക്ഷയോടെയായിരുന്നു ട്രംപ് നിന്നിരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മസ്ക് പണി ആരംഭിച്ചു. അതായത് ഫെബ്രുവരി 14 നമ്മളെ സംബന്ധിച്ച് വാലന്റൈൻസ് ഡേ ആയിരുന്നുവെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ച് അതൊരു മോശപ്പെട്ട ദിവസം തന്നെയായിരുന്നു. അതായത് അമേരിക്കയുടെ ഒരു വലിയ വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥർ അമേരിക്കയിൽ ജോലി നഷ്ടപ്പെട്ട ഒരു ദിവസം കൂടിയായിരുന്നു അന്ന്. 2300ഓളം ജീവനക്കാരാണ് ഒറ്റ ദിവസം കൊണ്ട് ജോലി നഷ്ടമായത്. വലിയ ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജീവനക്കാർ ഒരു സുപ്രഭാതത്തിൽ ഒരു മെയിൽ വഴി അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് വഴി അറിയുകയാണ് അവരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നുവെന്ന്. മുൻകൂട്ടി ഒരു വാണിംഗ് പോലും നൽകാതെയുള്ള ഒരു പറഞ്ഞു വിടലായിരുന്നു അത്. ഇത് വലിയ രീതിയിൽ ജീവനക്കാർക്ക് ആഘാതം നൽകിയിരുന്നു. ഇപ്പം 1/2 മണിക്കൂർ സമയം നൽകിയിരിക്കുന്നു, അതിനുള്ളിൽ ഓഫീസിൽ നിന്നും പുറത്തു പോകണം എന്നുള്ള ഉത്തരവായിരുന്നു വന്നത്. അതിനർത്ഥം 1/2 മണിക്കൂറിനുള്ളിൽ പോയില്ലെങ്കിൽ പിടിച്ചു പുറത്താക്കുമെന്നാണ്. സ്വന്തം ജനങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു രാജ്യത്തെ അനധികൃതമായി വന്ന കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ പുറത്താക്കിയതിൽ യാതൊരു അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, അമേരിക്കയുടെ കാര്യത്തിൽ ട്രംപ് എടുക്കുന്ന ഓരോ തീരുമാനത്തിലും മസ്ക് എന്ന സിഗ്നേച്ചർ പതിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പിരിച്ചുവിടൽ ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടൊന്നുമില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ട്രംപും മസ്കും കൂടി അമേരിക്കയെ ഇല്ലാതാക്കുമെന്നുള്ള ഒരു ഭയം ഇപ്പോൾ അമേരിക്കൻ ജനങ്ങളിൽ വലിയ തോതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമാണ് നാണയങ്ങളുടെ ഉൽപാദനം നിർത്തുന്നു എന്നുള്ളത്. ഇനി പുതിയ നാണയങ്ങൾ അച്ചടിക്കുന്നത് നിർത്താനുള്ള ഉത്തരവ് ട്രഷറിയോട് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നിൽ മസ്കിന്റെ തല തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. കാരണം ഇപ്പൊ 1 സെന്റ് നാണയം നിർമ്മിക്കാൻ 3.69 സെന്റാണ് ചെലവ് വരുന്നത്. ഇത് 2024 മാത്രം $8.53 മില്യൺ നഷ്ടത്തിലേക്കാണ് പോയത്. അതുകൊണ്ട് ഇലോൺ മസ്കിന്റെ തീരുമാനത്തെ തുടർന്നാണ് നാണയങ്ങൾ ഇപ്പൊ അച്ചടിക്കുന്നത് നിർത്തിവെക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത്. എലോൺ മസ്കിന്റെ ഡോഡ്ജ്, അതായത് ഈ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് അടുത്തിടെ എക്സിലെ ഒരു പോസ്റ്റ് സൂചിപ്പിച്ചിരുന്നു ഈ നാണയം അച്ചടിക്കുന്നതിന്റെ ഉയർന്ന ചിലവിനെ കുറിച്ചൊക്കെ. അതിനുശേഷമാണ് ട്രംപ് നാണയം നിർത്താനുള്ള പ്രഖ്യാപനം എല്ലാം വന്നിരുന്നത്. അമേരിക്കയുടെ ഓരോ കാര്യത്തിലും ഇപ്പോൾ മസ്കിന്റെ കൈകൾ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതിന്റെ തെളിവാണിത്. അടുത്ത നീക്കം എന്താണ്? ഇനി നാസയിലോട്ടാണ്. നാസയുടെ സാമ്പത്തിക നീക്കങ്ങൾ പരിശോധിക്കാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ മസ്ക്. നാസയുടെ $24 ബില്യൺ ബജറ്റാണ് ഇപ്പൊ മസ്കിന്റെ നോട്ടത്തിലുള്ളത്. അതിന്റെ ഒരു സാമ്പത്തിക നീക്കങ്ങളാണ് ആദ്യം പരിശോധിക്കുക. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഫെഡറൽ നിയമത്തിന് വിരുദ്ധമാണ് ഇലോൺ മസ്കിന് ഇങ്ങനെയൊരു സ്ഥാനം ട്രംപ് നൽകിയിരിക്കുന്നത്. ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള അധികാരം പോലും ഒരിക്കലും ഇലോൺ മസ്കിന്റെ ഡിപ്പാർട്ട്മെന്റിന് ഇല്ലെന്നുള്ള സൂചനകൾ അമേരിക്കൻ കോർട്ടിൽ നിന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് മസ്കും ട്രംപും കൂടി നടത്തുന്ന ഈ എടുത്ത ചാട്ടങ്ങൾ ഇരുവർക്കും തിരിച്ചടിയാകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. കാരണം മസ്ക് തീരുമാനിക്കുന്നു, ട്രംപ് അവിടെ പ്രഖ്യാപിക്കുന്നു.
ഇതാണ് ഇപ്പൊ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപും മസ്കും ചേർന്നാൽ ലോകത്തിന് തന്നെ വിപത്താണെന്നുള്ള ഒരു ഭയം ഇപ്പൊ ലോകമെമ്പാടുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ താരിഫും കുടിയേറ്റ ഒഴിപ്പിക്കലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഭരണഘടനയ്ക്ക് എതിരായി വരെ കാര്യങ്ങൾ നീങ്ങുന്ന തരത്തിലേക്ക് പോയപ്പോൾ കോടതി ഇടപെട്ടിട്ടുണ്ട്. ഒരു ഇഞ്ചക്ഷൻ ഓർഡർ കോടതി നൽകി കഴിഞ്ഞു. അതുപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ആയിരുന്ന USAID, ഇത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുകയും പതിറ്റാണ്ടുകളായിട്ട് ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു ഏജൻസിയാണ്. എന്നാൽ മസ്കിന്റെ ഈ വെളുത്ത കാര്യങ്ങൾ അവസാനം അതിലും പതിഞ്ഞു കഴിഞ്ഞു. ട്രംപ് പറഞ്ഞത് എന്താണ്? അഴിമതി സ്ഥാപനം എന്നാണ് അതിനെ വിളിച്ചത്. ട്രംപിന്റെ ഓരോ കടുത്ത പ്രഖ്യാപനങ്ങളും മസ്കിന്റെ തീരുമാനങ്ങൾ തന്നെയാണെന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തായാലും ട്രംപിന്റെ ഈ രണ്ടാം വരവ്, അതുപോലെ ഈ ഒരു വിജയം തികച്ചും മസ്കിന്റെ പല രഹസ്യ ഡിമാൻഡുകളും അംഗീകരിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായി ആണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അധികകാലം മുന്നോട്ട് പോയാൽ ട്രംപിന് അധികാര പദവി നഷ്ടപ്പെടാൻ വളരെ സാധ്യതകൾ ഏറെയാണ്.